എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സ് ത്രിൽ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിൽ പ്രതീക്ഷിക്കുന്നത്ര ത്രില്ല് ലഭിക്കാതെ വരുമ്പോൾ പുതുമകൾ തേടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അമിതമാകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ബലൂണിൽ പറന്ന് ആകാശത്ത് വിവാഹം കഴിക്കുന്നവർ, സ്വിമ്മിംഗ് പൂളിൽ വിവാഹമോതിരം കൈമാറുന്നവർ, ഹെലികോപ്റ്ററിൽ തൂങ്ങിയാടി ചുംബിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ഇവർക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം. ഇതുപോലെ എന്തെങ്കിലും പുതുമ തേടുന്നവർ ജീവിതം എന്ത് വില കൊടുത്തും ആസ്വദിക്കാൻ തയ്യാറുള്ളവരാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടിയും വിരസതയകറ്റാനും പുതുമ തേടുന്ന ഈ പ്രവണത ഭക്ഷണം, വസ്ത്രം, ജോലി എന്നിങ്ങനെ പല കാര്യങ്ങളിലും പ്രകടിപ്പിച്ചേക്കാം. പക്ഷേ ഇത്തരം വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവർ പോലും ലൈംഗികതയിൽ ഇക്കാര്യം തുറന്നു പറയാൻ മടികാട്ടുന്നവരായിരിക്കും. വെറൈറ്റി ഏറ്റവും ആവശ്യമായ സെക്സിൽ പുതുമകൾ കണ്ടെത്തുവാൻ നിങ്ങളും ആഗ്രഹിച്ചിട്ടില്ലേ? പക്ഷേ ആ ശ്രമം വളരെ ആലോചിച്ചു വേണമെന്ന് മാത്രം. വാത്സ്യാനന്റെ കാമസൂത്ര എന്ന പുസ്തകത്തിൽ 64 സെക്സ് പൊസിഷനുകളെ കുറിച്ച് പറയുന്നുണ്ട്. കായികമായും മാനസികമായും നല്ല ഇഫക്റ്റുകൾ നൽകുന്ന പൊസിഷനുകൾ. യോഗ അറിയാവുന്നവർക്ക് പ്രയാസകരമാവില്ല. എങ്കിലും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ പ്രായോഗികമാക്കാൻ അത്ര എളുപ്പവുമല്ല. അതുകൊണ്ടാവാം സെക്സിൽ ആദ്യവസാനം പുതുമയും ത്രില്ലും നിലനിർത്താൻ പുതിയ തലമുറ കുറുക്കുവഴികൾ തേടുന്നത്. എന്നാൽ ഈ കുറുക്കുവഴികളൊന്നും പ്രോത്സാഹിക്കത്തക്കതല്ല എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. സ്നേഹം പങ്കുവെക്കുന്നതിനും സെക്സ് പ്രക്രിയയിൽ അവസാനം നേടുന്ന രതിസുഖത്തിനുമപ്പുറം വേഴ്ചയിലുടനീളം ഞെരമ്പുകളെ ത്രസിപ്പിക്കുന്ന ഉന്മാദാവസ്ഥ വേണമെന്ന ആഗ്രഹം ചിലരിൽ ശക്തമാണ്. ഇത് സാധ്യമാകണമെങ്കിൽ ഓരോ വീഴ്ചയും പുതുമ നിറഞ്ഞതാകണം. എന്നാൽ നാഡീവ്യൂഹങ്ങളെ പ്രകമ്പനം ചെയ്യിക്കുന്ന ഉത്തേജിത അനുഭവം കുറേ സംഭോഗങ്ങൾക്ക് ശേഷം ആഗ്രഹിക്കുന്ന അത്ര തീവ്രതയോടെ ലഭിച്ചെന്ന് വരില്ല. അതോടെ ഇത്തരം വേളകൾ ചിലർക്ക് വിരസപൂർണമാവും. ഈ വിരസത പരിഹരിക്കാൻ പുതിയ മാർഗങ്ങൾ തേടിയെന്നും വരാം. ശാരീരികമായ ആനന്ദം തന്നെയാണ് സെക്സിന്റെ അടിസ്ഥാനം. ഈ ആനന്ദം അനുഭവിക്കാൻ ശരീരത്തിനൊപ്പം മനസ്സും തയ്യാറായാലേ പൂർണ്ണസുഖം ലഭിക്കും. മനസ്സിൽ വിരസത തോന്നി തുടങ്ങുമ്പോഴാണ് ആളുകൾ ത്രില്ലുകൾ തേടി പരക്കം പായുന്നത്. ചിലർ സ്ഥലങ്ങളും സാഹചര്യങ്ങളും ചിലപ്പോൾ വ്യക്തികൾ പോലും മാറുന്നതുപോലെ മറ്റു ചിലർ മദ്യത്തെയും ലഹരിയെയും ഉത്തേജക മരുന്നുകളെയും ആശ്രയിക്കാറുണ്ട്. ഇതൊക്കെ താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഹൈ ക്ലാസ് സൊസൈറ്റികളിലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വെച്ചുമാറുന്ന കഥകൾ കേട്ടിട്ടില്ലേ? ഇതിനു പിന്നിലെ മനഃശാസ്ത്രം പരിശോധിച്ചാൽ അതും പുതുമ തേടലിന്റെ ഒരു രീതി തന്നെയാണ്. വിവാഹേതര ബന്ധങ്ങൾ കൂടുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. സ്നേഹത്തിനും സെക്സിനും അപ്പുറം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മനസ്സാഗ്രഹിക്കുന്ന ഉന്മാദാവസ്ഥ ലഭിക്കാതെ വരുമ്പോൾ ശരിയായ സെക്സിൽ മനസ്സിരുത്താൻ കഴിയാതെ വരാം. പങ്കാളിയെ വേണ്ടത്ര ശ്രദ്ധിക്കാനും കഴിയാതെ വരാം. ലൈംഗിക ബന്ധം യാന്ത്രികവും വിരസവുമാകാതിരിക്കാൻ നേരത്തെ പറഞ്ഞ ത്രില്ല് ആവശ്യമാണെങ്കിൽ കൂടി അമിതമായാൽ അമൃതും വിഷമെന്ന പോലെയാവും സ്ഥിതി. ലൈംഗിക തൃഷ്ണ നമ്മുടെ ശരീരത്തിൽ അനേകം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനം ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനുമാണ്. ഈ 2 ഹോർമോണുകളാണ് ശരീരത്തിലെ നാഡീവ്യൂഹത്തെ പ്രകമ്പനം ചെയ്യിക്കുന്നത്. ഈ കമ്പനം മസ്തിഷ്കത്തിലെത്തുകയും ലൈംഗികാവയവങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഹോർമോണുകൾ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടും. ലൈംഗിക പ്രക്രിയയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സുഖം നിലനിൽക്കാൻ സഹായിക്കുന്നത് ഈ ഹോർമോണുകളുടെ സഞ്ചാരമാണ്. എന്നാൽ സെക്സിനിടയിൽ ത്രില്ലിനു വേണ്ടി മനസ്സാഗ്രഹിച്ചാൽ ലൈംഗിക ചിന്തകൾ അതിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റ് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യും. ത്രില്ലിനു വേണ്ടി അമിതമായി ശരീരം പ്രയത്നിക്കുന്നത് ചിലപ്പോൾ വേദനാജനകമായി മാറാം. ഉദ്ദേശിച്ച സുഖം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാറോ ബൈക്കോ ട്രെയിനോ ലിഫ്റ്റോ എന്ന് വേണ്ട വിമാനത്തിലെ വാഷ്റൂമിൽ വരെ ഒരു ചേഞ്ചിനു വേണ്ടി സെക്സ് പരീക്ഷിച്ച് പുത്തൻ അനുഭവത്തിന് ശ്രമിക്കുന്നവരുമുണ്ട്.
തികച്ചും സുരക്ഷിതമായ സ്ഥലവും സാഹചര്യവും അല്ലെങ്കിൽ പുതുമ തേടൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കാരണം ലൈംഗിക ഹോർമോണുകളുടെ സുഗമമായ ഉൽപ്പാദനമാണ് ലൈംഗിക അവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നത്. ഹോർമോൺ ഉൽപ്പാദനം തടസ്സപ്പെടുത്തുന്ന ലൈംഗിക പ്രക്രിയകൾ പരമാവധി ഒഴിവാക്കുക എന്നർത്ഥം.